അലീന കിച്ചണിൽ കയറിയിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ട്. ചായ ഉണ്ടാക്കുമ്പോൾ പൗലോസിനും കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട് എനിക്ക് ചായ വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൗലോസ് ഏട്ടാ എനിക്ക് പിണക്കമൊന്നുമില്ല, അതുകൊണ്ടല്ലേ ഞാൻ ചായ ഉണ്ടാക്കി തന്നത്. പക്ഷെ പൗലോസ് ഏട്ടൻ എന്തോ മനസ്സിൽ വെച്ചിട്ടാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പൗലോസ് ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അത് കണ്ടതും അലീന ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയ ചായ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അത് കുടിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ചായ എനിക്ക് വെച്ച് കുടിക്കാൻ എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അലീന പറയേണ്ടത് അത് നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് ചെയ്താൽ മതി, ഇവിടെ അത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചായ എടുത്തിട്ട് പാപ്പയ്ക്കും അവതക്കുട്ടിക്കും കൊണ്ട് കൊടുക്കുന്നുണ്ട്. ചായ നന്നായിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പൗലോസിൻ്റെ അടുത്ത് അവിടെയുള്ള വണ്ടി ഡ്രൈവർ വന്നിട്ട് പറയുന്നുണ്ട് എന്താ ഇവിടെ ഒരു പ്രശ്നം, ആ പെണ്ണ് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് പോകാനൊന്നും പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ റീതാമ്മയുടെ ആൾക്കാർ വരും, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളിവിടെ ഒന്നും ഒരിക്കലും ഇറങ്ങിപ്പോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡ്രൈവർ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. റീതാമ്മ പള്ളിയിലച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്റ്റാൻലി ഒരു പെണ്ണിനെ വിളിച്ചിട്ട് വീട്ടിൽ കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ എൽസമ്മയ്ക്ക് കിട്ടേണ്ട സ്വത്തും എല്ലാ കാര്യങ്ങളും ആ പെണ്ണിന് പോകില്ലേ, ഇനിയിപ്പോൾ ആ പെണ്ണിൻ്റെ അമ്മയെങ്ങാനും വന്നാൽ അവളെയും വിളിച്ച് താമസിപ്പിക്കുകയല്ലേ ചെയ്യുക. ഇപ്പോൾ നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ പിന്നീട് പ്രശ്നം വരാനാണ് സാധ്യത എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പള്ളിയിലച്ഛൻ പറയുന്നുണ്ട് എൽസമ്മ ഇങ്ങനെ ധ്യാനത്തിന് എന്ന് പറഞ്ഞിട്ട് 5-6 ദിവസം പോയി നിൽക്കുന്നത് ശരിയല്ല, മക്കളെ വല്ലവരെയും ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ പോകണോ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതായിട്ടും റീതാമ്മ പറയുന്നുണ്ട് അല്ല അവർക്ക് അമ്മച്ചിനെ പോലെയാണ് ഞാൻ, അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ആക്കിയിട്ട് പോകുന്നത്, ഞാൻ എല്ലാ കാര്യങ്ങളും അവരുടെ നോക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അച്ഛൻ പറയുന്നുണ്ട് സ്റ്റാലിൻ്റെ അടുത്ത് ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ, അവരുടെ ഭാഗം കൂടി ഞാൻ കേൾക്കണമല്ലോ, അപ്പോൾ കേട്ടിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അപ്പോൾ ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറയുന്നുണ്ട്. സ്റ്റാൻലി അലീൻ്റെ അടുത്ത് പറയുന്നുണ്ട് കിച്ചണിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷെ അത് പരിഹരിക്കാനാണ് പാട്, ഒന്നുമില്ലാതെ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പപ്പ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അവതക്കുട്ടി പറയുന്നുണ്ട് അവൾ മാനേജ് ചെയ്തോളൂ, നീ അതിനെക്കുറിച്ചിട്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. അത് കേട്ടത് സ്റ്റാൻലി പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി, അപ്പച്ചനെ ചുറ്റുമടക്കി കയ്യിലാക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൾ എല്ലാവരെയും മാനേജ് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായല്ലോ എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പൗലോസും അവിടുത്തെ ഡ്രൈവറും ആൻ്റപ്പനും കൂടെ വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. അത് കണ്ട് അലീന വരുന്നുണ്ട്. അലീന വന്നിട്ട് ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പലചരക്ക് സാധനം മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ലിസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കണം. അപ്പോൾ വന്നിട്ട് കാണിച്ചു തന്നാൽ പോരെ എന്ന് പറഞ്ഞിട്ട് പൗലോസും പറയുന്നുണ്ട്, വാങ്ങിയ സാധനങ്ങൾ കണ്ടിട്ട് നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ എന്തോ അലീനയ്ക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ പൗലോസ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.